കടലപ്പായസവും പാൽപ്പായസവും. പാൽപ്പായസം. എൻ്റെ പേര് പ്രീതി എന്നാണ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്, അതായത് മക്കാച്ചിയുടെ പായസക്കട എന്ന ഇത് തുടങ്ങിയിട്ട് ഒരു 13 വർഷമായിട്ടുണ്ട്. പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളാണ്. ഒരു 10 ഐറ്റം ത്തോളം ദിവസം ഒരു 8-9-10 ഐറ്റം അങ്ങനെയാണ് വയ്ക്കുന്നത്. ടോട്ടൽ നമുക്ക് 25 ഐറ്റം ഉണ്ട്. എന്നാലും ഡെയിലി ഒരു 10 ഐറ്റം അടുത്ത് ഉണ്ടാകും. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു ഷോപ്പാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2-3 ഷോപ്പുണ്ട്. അപ്പോൾ ആദ്യം മുതലുള്ള കസ്റ്റമറാണ്. ഇപ്പം കുറച്ച് കച്ചവടമൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും തന്നെ. ഞാനാണ് തുടങ്ങിയത്. ഞാൻ ഹസ്ബൻഡും പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളില്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുമോ? പുള്ളി പഠിക്കുവാണ്. ഇപ്പം LLB കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ സിവിൽ സ്റ്റേഷൻ അല്ല, നമ്മുടെ ക്ലിഫ് ഹൗസിൽ എടുത്ത് തുടങ്ങിയതല്ലേ? ക്ലിഫ് ഹൗസിൻ്റെ അവിടെ. അതൊക്കെ ക്ലിക്കായിട്ട് പോകുന്നു. കുഴപ്പമില്ല, നല്ല കുറച്ച് മാറ്റമുണ്ട്. നമ്മുടെ സ്വിഗ്ഗിയിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ? സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉണ്ട്. പിണറായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചോ? മധുരവാരൊക്കെ വാങ്ങിച്ച് കഴിച്ചോ? പിണറായിയൊക്കെ അവിടെ തന്നെ ഓർഡറൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ലാർജ് സ്കെയിൽ കൊടുത്തു വിടുമോ ഓർഡർ? എവിടെ? ലാർജ് സ്കെയിൽ ഉണ്ടാക്കി കൊടുത്തു വിടുമോ? ലാർജ് സ്കെയിൽ ഉണ്ടാക്കി കൊടുത്തു വിടുമോ? കല്യാണ ഓർഡറൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, ഓർഡർ ഒരു മിനിറ്റ്. 2 പാൽപ്പായസം, 2 പാൽപ്പായസം, 1 ഉണ്ണിയപ്പം, 1 പൂരിട്ട്, 1 ലഡു. എങ്ങനെയുണ്ടോ അവിടെ? ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. ഇതാണ് ഹസ്ബൻഡോ? പേരെന്താ പറഞ്ഞത്? ഐഷ. ഓടെ പേര് അല്ലവി. ഹരിലീലഗിരി. ഇത് ഫാദറോ? അച്ഛനോ? അപ്പൂപ്പൻ? വളരെ എന്തിട്ടാ? എങ്ങനെയുണ്ട്? ഹലോ, അപ്പൂപ്പൻ്റെ ചിലവാണ്. അപ്പൂപ്പൻ്റെ ചിലവാണോ? അപ്പൂപ്പൻ്റെ ചിലവാണല്ലേ? അപ്പൂപ്പൻ്റെ ചിലവാണല്ലേ? അപ്പൂപ്പൻ്റെ ചിലവല്ലേ? അല്ല, ഇതുകൊണ്ട് പല്ല് പോയിട്ട് വെച്ച്. അപ്പം ഞാനാ പല്ലിപ്പൂപ്പനല്ലേ?